സ്റ്റാർട്ട് ചെയ്തോളൂ. ബിസ്മില്ലാ ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا فنعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുകൂടലിനെ സ്വാലിഹായ അമലാക്കി പരിപൂർണമായ പ്രതിഫലം നൽകി ഇരു ലോകത്തേക്കും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ യൂണിറ്റ് 16 അതായത് സൂറത്തുൽ അസ്ർ കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും ആ സൂറ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചോദിച്ചിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ എന്താണ് അർത്ഥം? ഒരാളൊന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞേ. ആർക്ക് പറയാം? കാലം സാക്ഷി അല്ലെ? കാലം തന്നെ സാക്ഷി. അള്ളാഹു ആണയിട്ട് പറയണം അല്ലെ? ആണയിടുന്നതാണ് വാവ്. വൽ അസ്ർ കാലം തന്നെ സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്താ അർത്ഥം? അടുത്തൊരാൾ പറഞ്ഞേ. ആർക്ക് പറയാം? നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിൽ തന്നെ. അപ്പൊ പുതിയൊരു വാക്ക് നമ്മള് പരിചയമില്ലാത്തൊരു വാക്കാണല്ലേ ഖുസ്ർ. അത് നഷ്ടമാണ് അല്ലെ? ലഫീ ഖുസ്ർ നഷ്ടത്തിൽ തന്നെ അല്ലെ? ഇന്നൽ ഇൻസാൻ ഇത് നമുക്ക് അറിയുന്ന വാക്കാണ്. ഇന്ന അറിയാം, ഇൻസാൻ അറിയാം. മാഷാ അല്ലാഹ്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. അപ്പം ഇല്ലല്ലദീന ഇല്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പറഞ്ഞോളി. ഇല്ല ഒഴികെ. മാഷാ അല്ലാഹ്. അല്ലദീന ഒരു കൂട്ടർ അല്ലെ? ഒരു കൂട്ടർ. ഇല്ലല്ലദീന ഒരു കൂട്ടർ ഒഴികെ. ഓക്കെ. ആമനു ആമനു അവർ വിശ്വസിച്ചു. വഅമിലു സ്വാലിഹാത്തി എന്താണ് അർത്ഥം? സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു അല്ലെ? വഅമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു അല്ലെ? അവർ പ്രവർത്തിച്ചു. വഅമിലു വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നെ എന്താണ്? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സ്വബ്ർ. എന്താണ് വതവാസൗ? അതിന്റെ അർത്ഥം എന്താ? അവർ അന്യോന്യം ഉപദേശിച്ചു. എന്തുകൊണ്ട്? ബിൽ ഹഖ് എന്തിനെ കുറിച്ച് അവർ പറഞ്ഞത്? സത്യം കൊണ്ടല്ലേ? സത്യത്തെ കുറിച്ചാണ്. പിന്നെയോ വതവാസൗ ബിസ് സ്വബ്ർ. പിന്നെ ഏതിനെ കുറിച്ച് അവർ പറഞ്ഞു? പരസ്പരം എന്ത് ഉപദേശിച്ചു? ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും അവർ അന്യോന്യം ഉപദേശിച്ചു അല്ലെ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ കേട്ടോ. എല്ലാരും നന്നായിട്ട് മറുപടി പറഞ്ഞേ. അപ്പൊ ആരാണ് നഷ്ടപ്പെട്ടവർ, നഷ്ടത്തിലെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കി പറയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും എന്നിട്ടോ അത് ആ സത്യവും ക്ഷമയും കൊണ്ട് അവർ പരസ്പരം അല്ലെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഉള്ളവർ മാത്രമാണ് വിജയിക്കുക അല്ലെ? ബാക്കിയുള്ളവരൊക്കെ നഷ്ടത്തിലാണെന്നാണ്. അപ്പോ ആ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തിൽ, അള്ളാഹുവിന്റെ ജന്നാത്തിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടുന്ന അവസരത്തിൽ നമ്മളെ ഒരുമിപ്പിച്ച സന്തോഷിക്കുന്ന വേള ആക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ സൂറത്ത് അസ്ർ കഴിഞ്ഞു. അടുത്തത് സൂറത്ത് തകാസുറിലാണ്. യൂണിറ്റ് 16 ആണ്. 17ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. തകാസുർ. ഓക്കെ. അപ്പോ അൽഹംദുലില്ലാഹ് നമ്മള് സൂറത്ത് തകാസുറിൽ കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ. അൽഹാകുമുത് തകാസുർ. നോക്കാം. അൽഹാക്കുമു അല്ലെ? അപ്പൊ നമ്മൾ പറയും എല്ലാവരും അൽഹാക്കും ഒരു വാക്ക്, തക്കാസുർ ഒരു വാക്ക്. അങ്ങനെയല്ല. അൽഹ ഒരു വാക്കാണ് കേട്ടോ. അൽഹ
എന്താണ് അശ്രദ്ധമാക്കി. അൽഹാകുമു, അപ്പൊ എന്താണ് കും വന്നു, അപ്പൊ എന്താ അവിടെ വരിക, നിങ്ങൾ എന്നല്ലേ. അപ്പൊ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. എന്ത്, അത്തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ. തകാസുർ എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്പരം പെരുമ നടിക്കൽ. നമ്മൾ കെസീർ എന്നുള്ള വാക്ക് പറയാറുണ്ട് അല്ലെ, കേട്ടിട്ടുണ്ട്, കെസീർ ധാരാളം. അപ്പൊ അതുപോലെ തകാസുർ, അപ്പൊ ആ ധാരാളിത്തം അല്ലെ, നമ്മളെ ധാരാളിത്തം കൊണ്ട് നമ്മൾ എന്താണ് പരസ്പരം പെരുമ നടിക്കാണ്. അപ്പൊ അതിന്താണ് തകാസുർ എന്നുള്ളത് കേട്ടോ. തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, അശ്രദ്ധരാക്കിയിരിക്കുന്നു. അപ്പൊ എന്താണ് ആ പെരുമ നടിക്കൽ? എന്താണ് നോക്കാം നമുക്ക്. പെരുമ നടിക്കൽ എന്ന് പറയുമ്പോ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും എല്ലാത്തിനുമുള്ള ആ ധാരാളിത്തം. നമുക്ക് ധാരാളം സമ്പത്തുണ്ട് സന്താനങ്ങളുണ്ട് എന്ന് നമ്മള് പരസ്പരം നമ്മളെ പെരുമ നടിക്കലിനെ നമ്മളെ എന്തിൽ നിന്നും അശ്രദ്ധരാക്കിയിരിക്കുന്നു? അള്ളാഹുവിനെയും പരലോകത്തെയും ഒക്കെ നമ്മളെ അതിനെ തൊട്ടൊക്കെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ മരണത്തെക്കുറിച്ച് അല്ലെ, നമ്മളെ മരണത്തെയും നമ്മളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. കാരണം എന്താണ്, ഈ ധാരാളിത്തം, ഈ പൊങ്ങച്ചം, ഈ അഹങ്കാരം എന്താണ്, എല്ലാം നമുക്ക് ധാരാളം ഉണ്ട്. അത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്, അള്ളാഹു തന്ന നിഅമത്താണ് എന്ന് നമുക്ക് ആ ബോധം ഇല്ലാതെ, എന്തുകൊണ്ട് ഇല്ലാതാകുന്നു? നമ്മുടെ ഈ ധാരാളിത്തത്തിൽ ഈ പെരുമ നടിക്കൽ, പരസ്പരമുള്ള പെരുമ നടിക്കലിനെയാണ് നമ്മളെ അശ്രദ്ധയിലാക്കിയത് അല്ലെ. അപ്പൊ അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധരാക്കി. തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ. കണ്ടോ, കെസീർ എന്നുള്ള ധാരാളം, കണ്ടോ, തകാസുർ. ഓക്കെ, അൽഹ ആണ് ആ വാക്ക്, കും ചേർത്തപ്പോ നിങ്ങളെ അശ്രദ്ധരാക്കി. ഓക്കെ, പിന്നെ എന്താണ്, ഹത്ത സുർതുമുൽ മഖാബിർ. ഹത്ത എന്താണ്, ഹത്ത വരെ, ഹത്ത വരെ, ഏതുവരെ, സുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അൽ മഖാബിർ, മഖാബിർ എന്താണ്, ശ്മശാനങ്ങൾ അല്ലെ, ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾ അശ്രദ്ധയിലാകും. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, ഹത്ത വരെ, സുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, സുർത്തും കണ്ടോ, തും നിങ്ങൾ അല്ലെ, തും സുർത്തും, സുർ സന്ദർശിച്ചു, അപ്പൊ സുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, മഖാബിർ എവിടെ, ശ്മശാനങ്ങൾ അല്ലെ, ശ്മശാനങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അപ്പൊ മഖ്ബറത്തുൻ ആണ് ഏകവചനം, അതിന്റെ ജം ആണ് ബഹുവചനം മഖാബിർ കേട്ടോ, മഖാബിറു എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ അൽ മഖാബിറ എന്നാണ് വന്ന് അവസാനിക്കുന്നത്, ഹത്ത സുർത്തുമുൽ മഖാബിർ. അപ്പൊ മനസ്സിലായല്ലോ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നവരെ, അതായത് നമ്മൾ ഖബറിലാവുന്ന, നമ്മൾ മരിക്കും വരയ്ക്കും നമുക്ക് ഈ പൊങ്ങച്ച പെരുമയും ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ നിങ്ങൾ മരണം എത്തിക്കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. ജീവിക്കുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം നൽകിയത്, എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിൻ്റെതാണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വേണം അല്ലെ. അപ്പൊ നമുക്ക് ആ എളിമയും വിനയവും അള്ളാഹുവിനോടുള്ള ആ കീഴൊതുക്കവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ധാരാളിത്തവും എന്താണ്, എല്ലാത്തിന്റെയും ആധിക്യവും നമ്മൾ എന്താക്കും? ഖബറും അതായത് മരണവും പരലോകവും അള്ളാഹുവിനൊക്കെ നമ്മൾ മറന്നുപോലെ ജീവിക്കാൻ, അങ്ങനെ ഒരു അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കാതിരിക്കട്ടെ. കാരണം ഓരോന്നും അള്ളാഹുവിന്റെ നിഅമത്ത് ഒന്ന് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. അപ്പൊ ഹത്താ സുർതുമുൽ മഖാബിർ, മഖ്ബറത്തുൻ ആണ് മഖാബിർ, അതിന്റെ ബഹുവചനമാണ് മഖ്ബറത്തുൻ, ഖബർ അല്ലെ. അപ്പൊ മഖാബിർ എന്ന് പറഞ്ഞാൽ ഖബറിടങ്ങളെ, ശ്മശാനങ്ങൾ. ഓക്കെ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, കല്ല സൗഫ തഅലമൂൻ, വേണ്ട അല്ലെ, കല്ല വേണ്ട, സൗഫ തഅലമൂൻ, നമ്മൾ ഇതൊക്കെ പഠിച്ച വാക്കുകളാണ്. വേണ്ട, കല്ല വേണ്ട, സൗഫ പിന്നീട്, തഅലമൂൻ നിങ്ങൾ അറിയും. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചെന്താണ്, തഅലമൂന നിങ്ങൾ അറിയുന്നു, അറിയും. അപ്പൊ ഇവിടെ തഅലമൂന എന്നുള്ള വേർഡ് വരും കാര്യത്തെ, ഇനി ഭാവിയിൽ വരുന്ന കാര്യമാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? തൊട്ടു മുന്നില് സൗഫ വന്നതുകൊണ്ട്. കണ്ടോ, ക്ലിയർ ആണോ? ആ പ്രസന്റൻസ്, ആ വർത്തമാന ക്രിയ ഭാവിയാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആ സൗഫ കൂടെ വന്നു. സൗഫയും സായും ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ കല്ലാ സൗഫ തഅലമൂൻ, അള്ളാഹു പറയണ വേണ്ട, സൗഫ പിന്നീട്, തഅലമൂൻ നിങ്ങൾ അറിയും. തുമ്മ കല്ലാ സൗഫ തഅലമൂൻ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ വാക്കുകളാണ് അല്ലെ, ഈസിയാണ്, ക്ലിയർ ആണ് അല്ലെ. തുമ്മ കല്ല, പിന്നെയും പറയണ വേണ്ട. അപ്പൊ നിങ്ങൾ വിചാരിച്ച് വെച്ച കാര്യങ്ങളൊന്നും അങ്ങനെ അല്ല കേട്ടോ, വേണ്ട, നിങ്ങളെ ഈ സ്വഭാവങ്ങളൊന്നും വേണ്ട. കാരണം എന്താ, സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ
അറിയും. സായും സൗഫയും പിന്നീട് കാണിക്കുന്ന ഭാവിയിൽ വരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ, അതായത് ഭാവി നമ്മൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഭാവിയും പ്രസന്റും എന്താണ് വർത്തമാനവും ഭാവിയും ഒരേ വേർഡാണ് സൂചിപ്പിക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. ഓൾറെഡി നമ്മൾ അങ്ങനെയാണ് പഠിച്ചത് അല്ലെ. പൂർണ്ണക്രിയ അപൂർണക്രിയ പഠിച്ചപ്പോ അപൂർണക്രിയയില് എന്താണ് വർത്തമാനവും ഉണ്ട് ഭാവിയും ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഭാവി കാലം എങ്ങനെയാ മനസ്സിലാക്കുക? തൊട്ടു മുന്നില് സ അല്ലെങ്കിൽ സൗഫ വരും എന്നിട്ടാണ് കേട്ടോ. അതാ കണ്ടോ, ഭാവി മനസ്സിലാക്കുക സ അല്ലെങ്കിൽ സൗഫ ഉപയോഗിച്ചിട്ടാണ്. ഉടനെ നടക്കുന്നതും കുറച്ചുകൂടെ ടൈം കഴിഞ്ഞിട്ട് നടക്കുന്നതിന് രണ്ട് വ്യത്യാസം കാണിക്കാനാണ് സായും സൗഫ. എന്തായാലും ഭാവിയെ സൂചിപ്പിക്കാനാണ്. ഓക്കെ, എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കല്ല, അല്ല, ലൗ തഅലമൂന, ലൗ എന്താണ് എങ്കിൽ, തഅലമൂന നിങ്ങൾ അറിഞ്ഞെങ്കിൽ, ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ത്? ഇൽമൽ യഖീൻ, ഇൽമ എന്താണ്? അറിവ്, യഖീൻ ദൃഢമായ, ഇൽമൽ യഖീൻ കണ്ടോ, ഇൽമൽ യഖീനി കണ്ടോ, അവസാനിക്കുന്നത് കസറിലാണ്. അത് രണ്ട് കണക്റ്റഡ് ആണ്, സംബന്ധിക വിഭക്തി എന്ന് പറയുന്നത്. നമ്മൾ വഴിയെ പഠിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു തോന്നുന്നു കിതാബുല്ലാഹി അല്ലെ, നസ്റുല്ലാഹി, ബൈത്തുല്ലാഹി എന്ന് പറയും പോലെ ഇൽമൽ യഖീൻ കണ്ടോ, ഇൽമൽ യഖീനി എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കണക്റ്റഡ് വേർഡ്സ് ആണ് അല്ലെ. അപ്പൊ ദൃഢമായ ഒരു അറിവ്, അറിഞ്ഞിരുന്നു എങ്കിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ആ ദൃഢമായ അറിവ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളൊക്കെ എന്താണ്? ദൃഢമായ അറിവാണ്. അത് മരണമാകട്ടെ, ഖബറാകട്ടെ, പരലോകമാകട്ടെ, രക്ഷാശിക്ഷകളാകട്ടെ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് തന്നത് ഖുർആനിലൂടെ നമുക്ക് തന്ന അറിവുകളൊക്കെ ഇൽമൽ യഖീൻ ആണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ആഴ്ച എടുക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഒന്നും കൂടെ പറയാവേ. അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഇൽമു എന്നുള്ളതാണ് ആലിമുൻ മഅലൂമുൻ ഇൽമുൻ കണ്ടോ. ഇൽമു എന്നുള്ള വാക്ക് വന്നതുണ്ടോ? ആലിമുൻ മഅലൂമുൻ ഇൽമുൻ. അലിമ എന്നുള്ള വേർഡിൽ നിന്നാണ് ഇത് വരുന്നത്. ക്ലിയർ ആണോ? ഒന്നും കൂടെ ആദ്യം മുതൽ പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും മനസ്സിലാവുന്നു? നോക്കി ഒന്നുകൂടെ. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. ഓക്കെ, അൽഹാകുമുത് തകാസുർ എന്താണ്? അൽഹ അശ്രദ്ധമാക്കി, അശ്രദ്ധരാക്കി, കും നിങ്ങളെ, അപ്പൊ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത്തകാസുർ എന്താണ്? പരസ്പരം പെരുമ നടിക്കൽ. ഓക്കെ, കസീർ എന്നുള്ള വേർഡ് കണ്ടിട്ടുണ്ടോ? അതാണ് തകാസുർ. ക്ലിയർ ആണല്ലോ? അൽഹാകുമുത് തകാസുർ. അപ്പൊ ഏതുവരേക്കാ? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറങ്ങൾ സന്ദർശിക്കുന്നത് വരേക്ക് നിങ്ങൾ ഇങ്ങനെ പെരുമ കാട്ടിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾ മരിക്കും വരേക്കും അല്ലെ. അള്ളാഹുവിനെ നിങ്ങൾ മറന്നിങ്ങനെ പെരുമ കാണിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു സൂറത്ത് ഹദീദ് 20-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, യഅലമു നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ, നിശ്ചയമായും അങ്ങനെ ഒരു ആയത്തുണ്ട്. അതിൽ എന്താ പറയുന്നത്? നിശ്ചയമായും ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ തമ്മിൽ അഭിമാനം നടിക്കലും സ്വത്തുക്കളിലും മക്കളിലും പെരുപ്പം നടിക്കലും മാത്രമാകുന്നു കേട്ടോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ തന്നെ ഇങ്ങനെ വിവരിച്ച് പറയാണ്. അപ്പൊ ഖബർസ്ഥാനം നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അതായത് നിങ്ങൾ മരണപ്പെട്ടു പോകുന്നത് വരെ നിങ്ങൾ എന്തായിരിക്കും? ഈ ഐഹിക സുഖങ്ങളിൽ വ്യാപൃതമാവുകയും നമ്മുടെ ഭാവി യഥാർത്ഥ നമ്മുടെ സ്വർഗത്തെ കുറിച്ചുള്ള നമ്മുടെ എന്താണ് ശാശ്വതമായ നമ്മുടെ സുഖ കേന്ദ്രം സ്വർഗം എന്നുള്ള ആ എന്താണ് ഭാവിയെ കുറിച്ച് നമ്മൾ ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിരിക്കുന്നത്. ആ സൂറത്തുൽ ഹദീദിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു കണ്ടോ. അപ്പൊ ഇവിടെ എന്താണ്? നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ പെരുപ്പം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം മക്കളും സമ്പത്തൊന്നും വേണ്ടെന്നല്ല, വേണം. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് പരലോക വിജയത്തിന് എല്ലാം ആവശ്യം, ഇരുലോകം വിജയിക്കുന്നതിന് അത് ആവശ്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ് ബിഇദ്നില്ലാഹ്. പക്ഷെ നമ്മൾ എന്താണ്? അതിൽ മതിമറന്നു പോകരുത്. ധാരാളം മക്കളും ധാരാളം സമ്പത്തും ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ആയി അല്ലെ, നമ്മളെല്ലാം തികഞ്ഞു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു കളയരുത്. കാരണം ഒരു നിമിഷം മതി അല്ലെ, ഒന്നും നമ്മൾ അല്ലാതായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന മാത്രം മതിയാകും അല്ലെ. അതുകൊണ്ട്
ഏറ്റവും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഭാവി, നമ്മുടെ പരലോകം, അതാണ് നമ്മുടെ ഭാഗ്യം അല്ലെ. നമ്മുടെ പരലോകം, നമ്മുടെ മരണം, നമ്മുടെ പരലോകം എന്തായിരിക്കണം, അവിടെ എങ്ങനെ വിജയിക്കണം എന്നുള്ളതാവണം. അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും കേട്ടോ. അപ്പൊ അതിലേക്ക് മാത്രം, ഈ ദുനിയാവിൽ മാത്രം അതിൽ മാത്രം അഡിക്റ്റ്, അതിൽ തന്നെ രസം പൂണ്ട് കിടക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നിന്നും, അത്തരം സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നെന്താ പറഞ്ഞത്? കല്ല, വേണ്ട, സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയും, പിന്നീട് അറിയും, വഴിയേ അറിയും അല്ലെ. സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നീടും പറയുന്നു നിങ്ങൾ വേണ്ട, പിന്നീട് നിങ്ങൾ വഴിയെ അറിയും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ ആ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ, ലൗ തഅലമൂന, ലൗ എങ്കിൽ കേട്ടോ, തഅലമൂന അറിഞ്ഞിരുന്നെങ്കിൽ, തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇൽമ് അറിവ്, അൽ യഖീൻ ദൃഢമായ അറിവ്. ഓക്കെ, ഇൽമ് എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് കർത്താവ് കർമ്മം ക്രിയാധാതു എടുക്കുക. എങ്ങനെ? ആലിമുൻ, മഅലൂമുൻ, ഇൽമുൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പോർഷൻ. ഒരാൾക്ക് പറയാൻ പറ്റുമോ? ആർക്ക് പറയാം? അർത്ഥം നോക്കി പറഞ്ഞാൽ മതി. മ്യൂട്ട് മാറ്റി ഒന്ന് പറയാമോ? അൽഹാക്കുമു, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തക്കാസുർ, പരസ്പരം പെരുമ നടിക്കൽ. ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മഖാബിർ, ശ്മശാനങ്ങൾ. കല്ല, വേണ്ട, സൗഫ, വഴിയെ, തഅലമൂൻ, നിങ്ങൾ അറിയും. സുമ്മ, പിന്നെ, കല്ല, വേണ്ട, സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. കല്ല, വേണ്ട, ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. കണ്ടോ, ലൗ എങ്കിൽ, കണ്ടോ 200 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട് ലൗ. നമ്മളിപ്പോ പഠിക്കുകയാണ് അല്ലെ, എങ്കിൽ. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നു എങ്കിൽ. ഇനി ഒരാളൂടെ പറഞ്ഞേ, ആർക്ക് പറയാം? അൽഹാക്കുമു, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ. ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. മഖാബിർ, ശ്മശാനങ്ങൾ. കല്ല, വേണ്ട, സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. സുമ്മ കല്ല, വേണ്ട, പിന്നെയും, സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയും. കല്ല ലൗ തഅലമൂന, അല്ല, നിങ്ങൾ അറിഞ്ഞെങ്കിൽ. ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ്. മാഷാ അല്ലാഹ്. ഇനി ഒരാളോട് പറഞ്ഞേ, ജസാക്കുമുല്ലാഹ് ഖൈറ, ബറകല്ലാഹു ഫീക്. നിങ്ങൾ അശ്രദ്ധരായിരിക്കുന്നു. അത്തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ. ഹത്താ സുർത്തുമു, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മുത്തകാബിർ, ശ്മശാനങ്ങൾ. കല്ല, വേണ്ട, സൗഫ, പിന്നീട്. തഅലമൂന, നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെയും, വേണ്ട. സൗഫ തഅലമൂന, പിന്നീട് നിങ്ങൾ അറിയും. കല്ല, അല്ല, ലൗ തഅലമൂന, നിങ്ങൾ അറിയുമെങ്കിൽ. ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ, ബറകല്ലാഹു ഫീക, അഹ്സൻതും. ഇനി അടുത്ത ആർക്ക് പറയാം? ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി ഒന്ന് പറയാൻ പറ്റും, ഒന്ന് ട്രൈ ചെയ്തേ. അൽഹാക്കുമു, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ. ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മക്കാബിർ, ശ്മശാനങ്ങളെ. കല്ല, വേണ്ട, സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെയും വേണ്ട, സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. കല്ല, അല്ല, ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ, ബറകല്ലാഹു ഫീക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കല്ല സൗഫ തഅലമൂൻ, സുമ്മ കല്ല സൗഫ തഅലമൂൻ, ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ ഭയങ്കരമായ ഗൗരവമാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഖുർആന്റെ ഒരു ശൈലിയാണ്, അള്ളാഹിന്റെ ഒരു സ്റ്റൈല് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. നമ്മള് ഒരു ഉദാഹരണം, നമ്മളിപ്പോ മക്കളോട് പറയും, മോനെ അത് ചെയ്യല്ലേ, നമ്മളത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഒരു കേൾക്കില്ല. അപ്പൊ നമ്മൾ പറയും, നീ എല്ലാം വഴിയെ അറിയും അല്ലെ, നമ്മൾ അങ്ങനെ പറയല്ലേ. നീക്ക് അറിഞ്ഞോളും, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും, അറിഞ്ഞോളൂന്ന് നമ്മൾ മാതാപിതാക്കൾ അവരോട് പറയാറുണ്ടല്ലേ.
അപ്പോ എന്നതുപോലെ അതിനൊരിക്കലും കണക്ട് ചെയ്യാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത്രയും ഗൗരവമേറിയ വിഷയമാണ് അല്ലേ. അപ്പൊ നമ്മളെ ഓരോന്നും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതും അതിനെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നതും തെറ്റിൽ നിന്നും ഒഴിവായി അല്ലെങ്കിൽ ഹറാമായത് വിട്ടു നിൽക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്ന് അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ആവർത്തിച്ച് കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട നീ വഴിയെ അറിഞ്ഞുകൊള്ളും. അപ്പൊ അൽഹാകുമുത് തകാസുർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം ഓതിക്കൊണ്ട് ഒരു ഹദീസ് പറയുകയുണ്ടായി. അതായത് ആദമിന്റെ മകൻ മനുഷ്യൻ പറയും എന്റെ ധനം എന്ന്, മാലി മാലി, അതായത് എന്റെ ധനം എന്ന് പറയും. പക്ഷേ ഹേ മനുഷ്യ, നീ തിന്നു തീർത്തതോ അല്ലെങ്കിൽ നീ ഉടുത്തു പാഴാക്കിയതോ അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നടപ്പിൽ വരുത്തിയതോ അല്ലാതെ നിന്റെ ധനത്തിൽ നിന്നും നിനക്ക് വല്ലതും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യമാണല്ലേ. എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ തിന്നു തീർത്തതും അല്ലെ കൊടുത്തു തീർത്തതും അല്ലെങ്കിൽ ഉടുത്തു പാഴാക്കിയതും അല്ലാതെ. സുബ്ഹാനല്ലാഹ്, അപ്പൊ എത്ര ഗൗരവമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി വെക്കുമ്പോൾ അവസ്ഥ എന്താണ്? ആർക്കും കൊടുക്കാതെ, സഹജീവികൾക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നമ്മൾ നൽകാതെ കൂട്ടി വെച്ചാല് എന്തായിരിക്കും? നമ്മൾ മരണപ്പെട്ടാല് അതെല്ലാം അടുത്ത അവകാശികൾ അങ്ങ് കൊണ്ടുപോകും അല്ലെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പോകുമ്പോൾ നമുക്ക് കവറിലേക്ക് എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടോ അല്ലെ? അപ്പൊ അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ചത്. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ അല്ലെ. അതുകൊണ്ട് വഴിയെ നിങ്ങൾ അറിയും എന്താണ് സ്വർഗം അല്ലെങ്കിൽ എന്താണ് നരകം, എന്താണ് ശിക്ഷ, എല്ലാം നിങ്ങൾ വഴിയെ അറിയും അല്ലെ. കണ്ണുകൾ കൊണ്ട് നമ്മൾ തുടർന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ നമ്മളത് മനസ്സിലാക്കും ബിഇദ്നില്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ യൂണിറ്റിൽ ഇത്രയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഗ്രാമർ പോർഷനിലേക്ക് പോവാം. അപ്പോ ഇതുവരെ പഠിച്ച അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഈ ആയത്തുകളുടെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഫാസ്റ്റായി പോകുന്നുണ്ടോ? അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമു നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത്തകാസുർ പരസ്പരം പെരുമ നടിക്കൽ. അത്തകാസുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മഖാബിർ ശ്മശാനങ്ങൾ. അല്ല വേണ്ട. സൗഫ പിന്നീട്. തഅലമൂൻ നിങ്ങൾ അറിയും. സുമ്മ കല്ല പിന്നെയും വേണ്ട. സൗഫ തഅലമൂൻ പിന്നീട് നിങ്ങൾ അറിയും. അല്ല ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞെങ്കിൽ ഇൽമൽ യഖീൻ ദൃഢമായ അറിവ്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ, അഹ്സൻതും, ജസാക്കുമുല്ലാഹു ഖൈറ. എല്ലാവർക്കും അതിന്റെ പ്രതിഫലം തരട്ടെ, കാരണം എല്ലാവരും നന്നായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസാക്കുമുല്ലാഹു ഖൈറ ജമീഅ. ഓക്കെ, അപ്പൊ എന്താണ് ഇത്രയും ക്ലിയർ ആയോ? ആരെങ്കിലും ഉണ്ടോ ഇനി പറയും? ആർക്കെങ്കിലും പറയണോ? എത്ര പേരുണ്ട് ക്ലാസ്സില്? ആരെങ്കിലും മ്യൂട്ട് മാറ്റി ഒന്ന് പറയോ? ക്ലാസ് 177 ആളുണ്ടെന്ന് തോന്നുന്നു. 183. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞിട്ട് പോവാം. അപ്പൊ നിങ്ങൾ എല്ലാം ഇതങ്ങ് പഠിക്കും. ഈ യൂണിറ്റ് ഇത്രയും തന്നെ നിങ്ങൾ അങ്ങ് പഠിക്കും അല്ലെ. എളുപ്പമല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? കാരണം നിങ്ങൾ മറുപടി പറഞ്ഞാലേ കേൾക്കാവൂ. കാരണം നിങ്ങൾ സിമ്പിൾ നമ്മളിങ്ങനെ പറയുമ്പോ നമുക്ക് പഠിക്കാൻ കഴിയുന്നു, വെറും കേട്ട് പോകുമ്പോ മനസ്സിലേക്ക് വരുന്നില്ല. ഒരു പ്രാവശ്യം ടീച്ചർക്ക് പറഞ്ഞു തരുമ്പോ നമ്മളെ മനസ്സിലേക്ക് കേറുന്നു. അപ്പൊ എല്ലാവരും പറയാൻ ശ്രമിച്ചാൽ നല്ലതാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതെ, ഇപ്പൊ മനസ്സിലായത് ഇനി ഒന്നുകൂടെ പറയണോ? എന്താണ്? വേണ്ട, ഇപ്പൊ പറയണ്ട. ഓക്കെ, എന്തായാലും ഈ വാക്കുകളൊക്കെ നമുക്ക് പരിചയമുണ്ട് അല്ലെ. അൽഹംദുലില്ലാ തആലമൂൻ അറിയാം. അപ്പൊ സൗഫ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കി. സാ നേരത്തെ മുമ്പ് പഠിച്ച ഓർമ്മയുണ്ടോ? സാ വെച്ചിട്ട് എവിടെയാ ഓർമ്മയുണ്ടോ? അല്ലെ, എവിടെ സൂറത്തുൽ ലഹബിൽ പഠിച്ചല്ലേ? ജോമുള്ള തീയിൽ വഴിയേ കടന്നില്ല. അപ്പൊ സാ ഇവിടെ സൗഫ വന്നു കണ്ടോ? അവിടെ സാ വന്നു, ഇവിടെ സൗഫ. ഭാവിയിലെ കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സായും സൗഫയും ആഡ് ചെയ്യുന്നത്. അപ്പൊ അൽഹംദുലില്ലാ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മള് ഇതുവരെ പറഞ്ഞു വന്ന ഗ്രാമർ പോർഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് അറബിയിൽ പദങ്ങൾ നമ്മൾ എത്രയാക്കി ഡിവൈഡ് ചെയ്തു? എത്രയാക്കി? ഭാഷയിലെ പദങ്ങളെ 3 ആക്കി അല്ലെ. 1 നാമം, നൗൺ അല്ലെ. 2
നാമം, ക്രിയ, സർവനാമം. രണ്ട് സർവനാമല്ല, രണ്ട് എന്താണ് അവ്യയം, പ്രിപ്പോസിഷൻസ്. 3 ക്രിയകൾ അല്ലെ. അപ്പൊ നാമം നമ്മൾ പഠിച്ചു. എന്താണ് നാമം? എന്താണ് നാമം? ഒരു സാധനത്തിന്റെയോ സ്ഥലത്തിന്റെയോ ഒക്കെ സൂചിപ്പിക്കുന്ന അല്ലെ, കുറിക്കുന്ന പദമാണ് നാമം. അപ്പൊ ആ നാമത്തിന് പകരം നിൽക്കുന്ന പ്രധാനപ്പെട്ട സർവനാമങ്ങളാണ് ഏതൊക്കെ? അപ്പൊ 7 പേരാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചത്. അതിനെ എങ്ങനെ നൗണിന്റെ കൂടെ, നാമങ്ങളുടെ കൂടെ ആഡ് ചെയ്യാന്ന് പഠിച്ചു. ഉദാഹരണം റബ്ബ് നമ്മൾ പറഞ്ഞു, കിതാബ്, ദീന്, ഇങ്ങനെയൊക്കെ ഇതിന്റെ കൂടെ ഒക്കെ ആഡ് ചെയ്ത് പറഞ്ഞു. എങ്ങനെ പറയും? കിതാബ് പറഞ്ഞാല് കിതാബുഹു. ഒരാൾ പറഞ്ഞു നമ്മള് നാമങ്ങളോടൊപ്പം ചേർത്ത് പറഞ്ഞു. അടുത്ത നമ്മൾ പ്രൊപ്പോസിഷനോടെ എന്തൊക്കെ നമ്മൾ പഠിച്ച അവ്യയങ്ങൾ പറഞ്ഞ് ഏതൊക്കെയാ? ഒറ്റയ്ക്ക് നിൽക്കുന്നതും, ഏതെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന പക്ഷെ ഒന്നിനോട് ചേരുമ്പോൾ മാത്രം അർത്ഥം വരുന്നവയാണ് അവ്യയങ്ങൾ. അത് ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? അപ്പൊ നമ്മള് അല വെച്ച് പറയണം. അലയുടെ കൂടെ ഹുവാവും അൻതും അനാനഹു ആഡ് ചെയ്യണം. എങ്ങനെ പറയും? അലൈഹി, അലൈഹിം. നമ്മള് തീപ്പയാണ്. ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ. കൈ കാണിക്കണം കേട്ടോ. ഒന്ന് പറഞ്ഞേ. അലൈഹി, അലൈഹിം, അലൈക്കും, അലൈക്കും, അലയ്യ, അലൈന, അലൈഹിം. മാഷാ അല്ലാഹ്. ഒന്നുകൂടെ പറഞ്ഞേ. മിൻ വെച്ച് പറഞ്ഞേ. മിൻ വെച്ചിട്ട് മിൻഹു, അവനിൽ നിന്ന്. വലതുവശത്തേക്ക് കൈ ചൂണ്ടി. മിൻഹു, മിൻഹും, മിൻക, ഇനി ഇല വെച്ചൊന്ന് പറഞ്ഞേ. ഇലൈഹി, ഇലൈഹിം, ഇലൈക, ഇലൈക്കും, ഇലയ്യ, ഇലൈന, ഇലൈഹ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. ബറകല്ലാഹു ഫീക്കും ജമീഅ. ഇനി നെക്സ്റ്റ് നമ്മള് ക്രിയയിലേക്ക് പോവാണ്. ക്രിയ എങ്ങനെയാ നമ്മൾ പഠിച്ചത്? ക്രിയ എന്ന് പറഞ്ഞാല് കാലവുമായി ബന്ധപ്പെട്ട അല്ലെ പ്രവൃത്തികളാണ്. കാലവുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ്? ഒന്നുകിൽ കഴിഞ്ഞത് അല്ലെ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കാലങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് അറബിയിൽ 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് കഴിഞ്ഞു, നടന്നു കഴിഞ്ഞു. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു ഫതഹ, തുറന്നു, എനിക്ക് വിജയിച്ചു. നമ്മൾ എന്ത് പറഞ്ഞു? ഫതഹ, ഫതഹു. അപ്പൊ ഇവയുടെ കൂടെ എങ്ങനെയാണ് ഹുവാഹും അൻതും എങ്ങനെ ആഡ് ചെയ്താ കാണുന്നത്? ഈ രൂപത്തിലാണ്. എങ്ങനെ? കൈകാട്ടി പറയുക. ഫതഹ, ഫതഹു, ഫതഹ്ത, ഫതഹ്തു. മുന്നിലേക്ക് കൈ ചൂണ്ടിയേ. ഫതഹ്ത, ഫതഹ്തും. ഇനി നെഞ്ചിലേക്ക്. ഫതഹ്തു, ഫതഹ്തു, ഫതഹ്ന. ഇനി അത് കഴിഞ്ഞ് നമ്മള് അപ്പൊ പൂർണ്ണക്രിയ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ അപൂർണക്രിയ എങ്ങനെ പറഞ്ഞു? അപൂർണക്രിയ യഫ്തഹു, യഫ്തഹൂന, നഫ്തഹു. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൽപ്പനക്രിയ എങ്ങനെ പറഞ്ഞു? ഇഫ്തഹ്, ഇഫ്തഹു, ലാ തഫ്തഹു. വിരോധക്രിയ ലാ തഫ്തഹു, ലാ തഫ്തഹു. പിന്നെ എങ്ങനെ? ഫാത്തിഹുൻ, മഫ്തൂഹുൻ, ഫത്ഹുൻ. എന്നിട്ടോ സ്ത്രീലിംഗം ഹിയ, ഫതഹത്, ഹിയ, തഫ്തഹു. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ആ ഗ്രൂപ്പിൽ പെട്ട ആ ഫാമിലി, ഇതാണ് ഫസ്റ്റ് പാരന്റിംഗ് ഗ്രൂപ്പ്. ഫതഹ, യഫ്തഹു. നിങ്ങളിത് അടിത്തറ, അതാണ് അടിവരയിട്ട് പഠിക്കേണ്ട ബേസ് ആയിട്ടുള്ള ഒന്നാമത്തെ പാരന്റിംഗ് ഗ്രൂപ്പാണിത്. ഫതഹ, യഫ്തഹു. ഒരിക്കലും മറക്കരുത്. ഓക്കെ. ഈ ഗ്രൂപ്പിൽപ്പെട്ട ബാക്കി ഫാമിലി ആൾക്കാരെ പറഞ്ഞേ. ഫതഹയുടെ കൂടെ നമ്മൾ ആരെയൊക്കെ പഠിച്ചു? പറഞ്ഞേ, ആ വേർഡുകളൊക്കെ പറഞ്ഞേ. ഫതഹ, ജഅല. പറഞ്ഞോളേ, മറക്കാതിരിക്കാനാണ് ഞാൻ ഇത് ചെയ്യിപ്പിക്കുന്നത്. ഫഅല, ജഅല, റഫഅ, മനഅ, ശഫഅ. മാഷാ അല്ലാഹ്. ദഹബ അല്ലെ. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പൊ ആ ഗ്രൂപ്പിൽ നമ്മൾ ഇത്രയും ആൾക്കാരെ പരിചയപ്പെട്ട, ആ ഫാമിലിയിൽപ്പെട്ട പ്രധാനപ്പെട്ട വേർഡുകൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഏത് ഗ്രൂപ്പാണ്? ദറബ. ഏതാ? സോറി, നിങ്ങൾ പറയണം. ദറബ, യദ്രിബു. അതിലാരെയൊക്കെ പഠിച്ചു? അതെങ്ങനെയാ നമ്മൾ പറയാ? ആ പാറ്റേൺ എങ്ങനെയാ പറയാ?
ദൊറബ ഒന്ന് പറഞ്ഞേ. ദൊറബ ഒരാളൊന്ന് പറഞ്ഞേ. പറഞ്ഞേ. ضرب ضربوا ആ യദ്രിബു യദ്രിബൂന. ലൊറബത്ത് ലൊറബിന എളിരിബ് എളിരിബൂന തള്ളിരിബ് തള്ളിരിബൂന അള്ളിരിബു ഞള്ളിരിബു ഇളിരിബ് ഇളിരിബു ലാ തള്ളിരിബു ലാ തള്ളിരിബു ദോരിബുൻ മദ്റൂബുൻ ദർബുൻ ഹിയ ദറബത്ത് ഹിയ തള്ളിരിബു. താദ്രിബു. മാഷാഅല്ലാ മാഷാഅല്ലാ. ഗോലമ്മ ഒന്ന് അടുത്ത ആൾ പറഞ്ഞേ. ഗോലമ്മ ആ പാറ്റേണിലുള്ള ഗോലമ്മ. പറയാത്ത ഒരാൾ പറഞ്ഞേ. എല്ലാരും വരും കേട്ടോ, എല്ലാവർക്കും പറയാം. ഒരാൾ ظلم ظلموا ظلم ظلموا ظلمت ظلمتم ظلمت ظلمنا يظلم يظلمون تظلم تظلمون أظلم അളിമു നൗലിമു. نظلم മാഷാഅല്ലാ. കൽപ്പന ക്രിയ. يظلموا യഉലിമു. ആദ്യം യഉലിമു പിന്നെ യഉലിമു. ലാ തളിമു. لا تظلم لا تظلموا ظالم مظلوم ظلم ظلم. മാഷാഅല്ലാ. ഹിയ ظلمت വലമത് ഹിയ تظلموا തൗലിമു. മാഷാഅല്ലാ മാഷാഅല്ലാ. ജസാക്കുമുല്ലാഹു ഖൈറ ബാറകല്ലാഹു ഫീക്. അടുത്തത് സോബറ ഒന്നൊരാൾ പറഞ്ഞേ. അടുത്തൊരാൾ പറഞ്ഞേ സോബറ. ഇതേ പാറ്റേണിലുള്ളത് വേഗം വേഗം ഒന്നോളി. يصبروا يصبرون تصبر تصبرون أصبر نصبر നസ്ബിറു. تصبروا لا تصبر تصبروا ലാ തസ്ബിറു. صابر مصبور صبر هي صبرت هي تصبر തസ്ബിറു. മാഷാഅല്ലാ മാഷാഅല്ലാ. ജസാക്കുമുല്ലാഹ്. അടുത്തൊരാൾ പറഞ്ഞേ. ഓഫറ പറഞ്ഞേ. ഓഫറ ആർക്ക് പറയാം? മ്യൂട്ട് മാറ്റി കൊടുക്കോ? ബാക്കി ആരെങ്കിലും ഹാൻഡ് റൈസ് ഉണ്ടെങ്കിൽ പറയട്ടെ. അവര് ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എല്ലാരും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ? സബീന, നജാത്ത്, നജാത്ത് കേൾക്കുന്നുണ്ടോ? അടുത്തൊരാൾ പറഞ്ഞേ. ഓഫറ പറഞ്ഞേ. ഓഫറ ഓഫറു ഒഫറ ഒഫറു ഒഫർത്തു ഒഫർന യാഫറു യഫറുന തഅഫറു തഅഫറൂന അഫറു നഅഫറു അഫർ അഫറു ലാ തഅഫർ ലാ തഅഫറു ആഫറുൻ മഗ്ഫൂറുൻ മഅഫിറത്തുൻ ഹിയ അഫറത്ത് ഹിയ ഹിയ തഗ്ഫിറു. അപ്പൊ ഗഫറ ഗഫറു ഗഫർത അല്ലേ? മാഷാഅല്ലാ. നല്ല ഫാസ്റ്റായി തന്നെ പറഞ്ഞു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ ഇവിടെ യഗ്ഫിർ കേട്ടോ. യഗ്ഫിർ റോസുക്കുൻ വരുമ്പോ ഫാ കസ്റാണ് തൊട്ടുമ്പോ. അപ്പം റോസുക്കുൻ ഒന്ന് ലൈറ്റ് ആക്കണം. യഗ്ഫിർ. ഓക്കെ. യഗ്ഫിറു. അപ്പൊ അവിടെ ലൈറ്റ് ഹെവി ആവും. ലാ തഗ്ഫിർ ലാ തഗ്ഫിറു. നമ്മൾ ഓതുമ്പം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. മാഷാഅല്ലാ. ജസാക്കുമുല്ലാഹു ഖൈറ. അടുത്ത ആർക്ക് പറയാം? അടുത്ത നമ്മൾ പഠിച്ചത് റജ റജ. റജഅ റജഉ റജഅത റജഅതും റജഅതു റജഅന യർജിഉ യർജിഊന തർജിഉ തർജിഊന അർജിഉ നർജിഉ. മാഷാഅല്ലാ. കൽപ്പന ക്രിയ. യർജിഉ യർജിഉ ലാ യർജിഉ ലാ തർജി ലാ തർജിഉ റാജിഉൻ മർജിഉൻ ഹിയ റജഹത് തർജിഉ. മാഷാഅല്ലാ മാഷാഅല്ലാ. ഹിയ റജഅത് ഹിയ തർജിഉ. നേരത്തെ കദബ എന്ന് പറഞ്ഞേ. കദബ പറയട്ടെ. كذب كذبوا كذبت كذبتم كذبت كذبنا يكذب يكذب يكذبون تكذب تكذبون أكذب نكذب اكذب اكذبوا لا تكذب لا تكذبوا كاذب مكذوب كذب 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 كذبت كذبت هي كذبت هي തക്ദിബ്. മാഷാഅല്ലാ മാഷാഅല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ജസാക്കുമുല്ലാഹു ഖൈറ. ഇത്രയും പറയാൻ പറ്റിയില്ലേ? മാഷാഅല്ലാ അൽഹംദുലില്ലാ. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ധാരാളം ഇനിയും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഖുർആൻ യഥാവിധി മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഗോറബയുടെ അടുത്ത പാറ്റേൺ അടുത്ത ഒരു കൂട്ടുകാരാണ് ആര്? കസബ എന്നുള്ള പേര്. അതേ ഫാമിലി വരുന്നതാണ് കസബ. കാണുന്നുണ്ടോ എല്ലാവരും? പറയാമോ? റെഡിയാണോ എല്ലാവരും?
ഓക്കെ, നിങ്ങളൊന്നും എക്സ്പ്രഷൻ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതാ സങ്കടം. അപ്പൊ ഈ പറയുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, കസബ റെഡി. കസബ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ സമ്പാദിച്ചു. ഓക്കെ, അപ്പൊ കസബ കസബു, കൈ കാട്ടണേ എല്ലാവരും. റെഡി? കസബ കസബു, കസബത്ത കസബത്തും, കസബത്ത് കസബിന. മലയാളം അറിയാലോ. കസബ അവൻ സമ്പാദിച്ചു, കസബു അവർ സമ്പാദിച്ചു, കസബത്ത നീ സമ്പാദിച്ചു, കസബത്തും നിങ്ങൾ സമ്പാദിച്ചു, കസബത്തു ഞാൻ സമ്പാദിച്ചു, കസബിന നാം സമ്പാദിച്ചു. അല്ലെ? ഇനി അടുത്ത പ്രസന്റ് ടെൻസ് എങ്ങനെ പറയും? യക്സിബു യക്സിബൂന. കൈയൊന്ന് ഉയർത്തിട്ട് പറയണേ വലത് സൈഡേക്ക്. യക്സിബു യക്സിബൂന, തക്സിബു തക്സിബൂന, അക്സിബു നക്സിബു. അപ്പൊ കൽപ്പന എങ്ങനെ ഇരിക്കും? ഇക്സിബ് ഇക്സിബു, ലാ തക്സിബ് ലാ തക്സിബു, കാസിബുൻ മക്സൂബുൻ കസ്ബുൻ. കാണുന്നുണ്ടോ എല്ലാരും? ഹിയ കസബത് ഹിയ തക്സിബു. ആർക്ക് പറയാം? നോക്കി പറഞ്ഞാൽ മതി. ഒരാൾ പറയുവോ? കസബ കസബു, കസബത്ത കസബത്തും, കസബത്തും കസബത്തു കസബ്ന, കസബ്ന, യക്സിബു യക്സിബൂന, തക്സിബു തക്സിബൂന, അക്സിബു നക്സിബു, ഇക്സിബ് ഇക്സിബു, ലാ തക്സിബ് ലാ തക്സിബ് ലാ തക്സിബു, കാസിബുൻ മക്സൂബുൻ കസ്ബുൻ, കസബത്ത് തക്സിബു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്. അടുത്ത ഒരാൾ പറയോ കസബ ഒന്നുകൂടെ? കസബ കസബു കസബത്തും കസബത്തു കസബിന, യക്സിബു യക്സിബൂന, തക്സിബു തക്സിബൂന, അക്സിബു നക്സിബു, ഇക്സിബ് ഇക്സിബു, ലാ തക്സിബ് ലാ തക്സിബു, കാസിബുൻ മക്സൂബുൻ കസ്ബുൻ, ഹിയ കസബത് ഹിയ തക്സിബു. മാഷാഅല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറ. ഓക്കെ, നെക്സ്റ്റ് അറഫ. ആ വേർഡ് കഴിഞ്ഞു കേട്ടോ. നമുക്ക് രണ്ട് വേർബ് വെച്ച ഇനി പോലെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അറഫ അറിഞ്ഞു. അറഫ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? അറഫ അല്ലെ? നമ്മൾ പറയാം അറഫ മൈതാനിയൊക്കെ പറയാം. അറഫ എന്താണ്? അറിഞ്ഞു അല്ലെ? തിരിച്ചറിഞ്ഞതാ. അങ്ങനെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അല്ലെ? ആദം നബിയും ഹവ്വാബിയും തമ്മിൽ കണ്ടുമുട്ടി എന്നൊക്കെ അറഫ മൈതാനി അങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹു ആലം. എന്തായാലും അറഫ എന്നുള്ളത് തിരിച്ചറിഞ്ഞു, അറിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അറഫ അറഫു. ബാക്കി എല്ലാരും പറയാം. അറഫ്ത അറഫ്ത അറഫ്തും, അറഫ്തു അറഫ്ന, യഅരിഫു യഅരിഫൂന, തഅരിഫു തഅരിഫൂന, അഅരിഫ് ആരിഫുൻ മഅറൂഫുൻ ഇർഫാനുൻ. ഉണ്ടോ? നമ്മൾ മലയാളത്തിലെ അവർ ആരിഫീങ്ങളാണെന്നൊക്കെ പറയാം. യഥാർത്ഥ ഐനാണ് ആരിഫ് അല്ലെ? ആരിഫുൻ മഅറൂഫുൻ ഇർഫാനുൻ. ഹിയ അറഫത് അവൾ തിരിച്ചറിഞ്ഞു. ഹിയ തഅരിഫു അവൾ അറിയുന്നു അല്ലെ? അല്ലെങ്കിൽ അറിയും. മാഷാ അല്ലാഹ്. ഇതൊന്ന് പറഞ്ഞേ, ഇതുവരെ പറയാത്ത ഒരാൾ പറഞ്ഞേ. അറഫ അറഫ അറഫു, അറഫ്ത അറഫ്തും, അറഫ്തു അറഫ്ന, യഅരിഫു യഅരിഫൂന, തഅരിഫു തഅരിഫൂന, അഅരിഫു നഅരിഫു, യഅരിഫു യഅരിഫു, ലാ തഅരിഫു ലാ തഅരിഫു, ആരിഫു മഅറൂഫുൻ, ഇർഫാൻ ഇർഫാനുൻ, അറഫ്ത തഅരിഫു. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോ കൽപ്പന ക്രിയ പറയുമ്പോ ഈ അരിഫ് ആ ഫാറ്റ് സുക്കൂൻ തന്നെ കൊടുക്കണം കേട്ടോ. നമ്മൾ പറയുമ്പോ അരിഫൂന്നായി പോകരുത്. ഈ അരിഫ് ആ സുക്കൂൻ പറഞ്ഞു തന്നെ പോണം. ഓക്കെ, ഈ അരിഫ് അരിഫു, ലാ തഅരിഫ് ലാ തഅരിഫു. ഓക്കെ, ഇനി ഒരാളൂടെ പറയൂ. ജസാക്കുമുല്ലാഹ് ഖൈറ ബാറക്കല്ലാഹു ഫീക്. ഇപ്പൊ പറഞ്ഞ ആള് മാഷാഅല്ലാഹ് ജസാക്കുമുല്ലാഹ്. ഇനി അടുത്ത ആരാണ്? അടുത്ത് പറയാം. അറഫ അറഫ അറഫു, അറഫ്ത അറഫ്തും, അരിഫ്തു അറഫ്തു അറഫ്ന, യഅരിഫു യഅരിഫൂന, തഅരിഫു തഅരിഫൂന, ആരിഫു നഅരിഫു, ആരിഫ് ആരിഫു, ലാ തഅരിഫ് ലാ തഅരിഫു, ആരിഫുൻ മഅറൂഫുൻ ഇർഫാനുൻ, ഹിയ അറഫ്ത ഹിയ തഅരിഫു.
ഹിയ അറഫത്ത് താ സുക്കൂനാണ്. ഹിയ അറഫത്ത് ഹിയ തഅരിഫു. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ യൂണിറ്റ് ഭാഗങ്ങൾ ഇതുവരെയാണ്. അൽഹംദുലില്ലാ ബിഇദ്നില്ലാ. അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണല്ലേ ഹാദ, ഇത്, ഹാദയുടെ ബഹുവചനം ഹ ഉലാഇ. എന്തെങ്കിലും പറഞ്ഞു? പറയൂ. പിന്നെ ക്രിയാധാതു മാരിഫത്തുൻ എന്ന കിതാബിൽ കിടക്കുന്നു. ഏത് ടെക്സ്റ്റിലോ? രണ്ട് രീതിയിലും വരും കേട്ടോ. ടെക്സ്റ്റിൽ അങ്ങനെയാണോ? ഞാൻ നോക്കിയില്ല കേട്ടോ. മാരിഫത്തിനുണ്ട്, മാരിഫത്തിനുണ്ട്, ഇർഫാനും ഉണ്ട് കേട്ടോ. ഓക്കെ, മാരിഫത്തും ഉണ്ട്. ഇതെല്ലാം അത് കൊടുത്തിട്ടില്ല. സാറിനോട് ഒന്നുകൂടെ പറയാം അത് ഒന്ന് ശരിയാക്കാം, അത് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ജസാക്കുമുല്ലാഹു ഖൈറ. ഓക്കെ, ഹാദ ബഹുവചനം എന്താണ്? ഹ ഉലാഇ അല്ലെ, അറിയാം. ഹാദ ഇത്, ഹ ഉലാഇ ഇവ അല്ലെ. ഇത് ഒന്നിനെ പറഞ്ഞ ഹാദ അല്ലെ. ഹ ഉലാഇ ഒന്നിൽ കൂടുതലാണ്. ഇവ, ദാലിക അത് അല്ലെ. അവ എന്ന് പറയുമ്പോ ഉലായിക്ക. ക്ലിയർ ആണോ? എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അല്ലെ. അല്ലതി ഏതാണോ അത്, അല്ലെങ്കിൽ ഒരുവൻ എന്ന് പറയാം അല്ലതി, അല്ലെങ്കിൽ ഏതാണോ അതൊന്നും നമ്മൾ ഉപയോഗിക്കണ്ട. അല്ലതി, അല്ലദീന ഒരു കൂട്ടർ, അല്ലെങ്കിൽ ഏതെല്ലാമാണോ അവ എന്നും ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അൽഹംദുലില്ലാ ബിഇദ്നില്ലാ. അപ്പൊ ഈ സെക്ഷൻ കഴിയുന്നതോടുകൂടി നമ്മൾ 47.4% അല്ലെ, 37,519 37,000 പരം വാക്കുകള് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. ടോട്ടൽ 77,500 ആണ്. അൽഹംദുലില്ലാ. ഓക്കെ, ഈ പോർഷൻ കൂടി ഇത്രയും കവറാക്കും. അപ്പൊ നമുക്ക് ഇത് കൂടെ നോക്കാവോ? റെഡിയാണോ എല്ലാവരും? ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബഉ മാ തത്ലു ശയാത്തിനു. മാ എന്താണ് അർത്ഥം പറഞ്ഞേ? മാ എന്താണോ അത്. എന്താണോ അത് വരും, നെഗറ്റീവ് ആയിട്ട് വരും, ക്വസ്റ്റ്യൻ ആയിട്ട് വരും അല്ലെ. മാ തത്ലു ശയാത്തീനു. ഷയാത്തീന്റെ ബഹുവചനമാണ് ഷയാത്തീനു അല്ലെ, ഷയാത്തീനു. ഓക്കെ, അല അർത്ഥം എന്താ? മേൽ. സുലൈമാൻ നബിയെ പറയാണ് വമാ എന്താണോ അത് അല്ലെ. മാ കഫറ, ചിലപ്പോ ഇവിടെ നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്ന. മാ കഫറ. അപ്പൊ കഫറ നമ്മൾ പഠിച്ചു അല്ലെ. കഫറ അവൻ വിശ്വസിച്ചു. അപ്പൊ മാ കഫറ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതല്ലേ. ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഓക്കെ, വലാകിന്ന ശയാത്തീന, ശൈത്താന്റെ ബഹുവചനമാണ് ഷയാത്തീൻ. കഫറു അവർ അവിശ്വസിച്ചു. നാസ് അറിയാം. നാസ് എന്താണ്? ജനങ്ങൾ, മനുഷ്യർ. വമാ എന്താണോ അത് അല്ലെ എന്ന് വിചാരിച്ചു. ഉൻസില അലൽ മലക്കൈനി. അല എന്താ അർത്ഥം? മേൽ. മലക്കൈനി രണ്ട് മലക്കുകളാണ് കേട്ടോ. മലക്കൈൻ ഐൻ വരുമ്പോ രണ്ടെന്നാണ്, രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാൻ ഐനി ചേർക്കും അല്ലെങ്കിൽ ആനി ചേർക്കും. അപ്പൊ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്. വമാ എന്താണോ അത്? മിൻ അഹദിൻ. മിൻ എന്താണ്? മിൻ നിന്ന് അല്ലെ. ഫ്രം. ഫ്രം അഹദിൻ ഒരുവൻ. ഹത്ത നമ്മളിപ്പോ പഠിച്ചല്ലേ, വരെ. ഇന്നമാ എന്താണ്? ഇന്നമാ മാത്രമാണ്, മാത്രം, തീർച്ചയായും മാത്രമാണ്. നഹ്നു എന്താർത്ഥം? എന്താർത്ഥം? കുഴപ്പം, പരീക്ഷണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫിത്ന കുഴപ്പം, പരീക്ഷണം. ഫലാ തക്ഫുർ അതുകൊണ്ട് നിങ്ങൾ അവിശ്വസിക്കരുത്. തക്ഫുർ നീ അവിശ്വസിക്കരുത്. ഫലാ തക്ഫുർ. ഓക്കെ, തക്ഫുർ ഫലാ തക്ഫുർ. ലാ എന്ന് പറയുമ്പോ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ? ലാ ഇഫ്തഹ് ഇഫ്തഹ് ലാ തുഫ്തഹ് ലാ തഫ്തഹ്, അതേ പാറ്റേൺ അല്ലേ. അപ്പൊ അതുപോലെ ലാ ഫലാ തക്ഫുർ. ഓക്കെ, ഇത് അടുത്തൊരു പാറ്റേണിൽ വരുന്നതാണ്, പക്ഷെ നെഗറ്റീവ് ആണ്, നമുക്ക് മനസ്സിലായി. ഫലാ തക്ഫുർ മാ യുഫർരിഖൂന. മാ എന്താണ്? എന്താണോ അത് അല്ലെ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ചോദ്യമായിട്ട് വരാം. ക്വസ്റ്റ്യൻ ചോദ്യമായിട്ട് വരാം, എന്താണോ അതല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വരാം. മൂന്ന് രീതിയിലും വരാം. ബിഹി എന്താണ്? ബിഹി അതുകൊണ്ട്, അവനെ കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൊണ്ട് അല്ലെ. ബിഹി വസൗജിഹി അവന്റെ ഇണം അല്ലെ. സൗജിഹി അവന്റെ ഇണം. വമാഹും അവരല്ല, അവരല്ല.
ബിഹി അതിനെ കൊണ്ട് അവനെ കൊണ്ട് മിൻ അഹദിൻ ഒരുവനിൽ നിന്ന് ഇല്ല ഒഴികെ അള്ളാഹ് എന്നുള്ള പേരില്ല മാ ഇവിടെ നെഗറ്റീവ് ആയിട്ടാണോ വരുന്നതെന്ന് തോന്നുന്നു യദുർറുഹും ഇല്ലെങ്കിൽ എന്താണോ അത് മാ യദുർറുഹും വല യൻഫഉഹും വലഖദ് അലിമു ലമൻ ഇഷ്തറ ലമൻ ലാ ലീ ആണ് ലാഡ് ലമൻ മൻ ആരാണോ അല്ലെ ലമൻ ഇഷ്തറാഹു മാ ലഹു മാ എന്താണ് ഇത് ലഹു അവന് അല്ലെ ലഹു അവന് ലഹു ലഹും ലക്കാലക്കും ലീലന ലഹു ബിൽ ആഖിറതി പരലോകത്തിൽ മിൻ ഖലാഖ് മിൻ നിന്നുള്ളതാണ് മാ എന്താണോ മാ ഷറോബിഹി അവരുടെ നഫ്സുകൾ അല്ലെ അവരുടെ ശരീരങ്ങൾ ലൗ കാനു യഅലമൂൻ ലൗ എന്താ അർത്ഥം പറഞ്ഞേ ലൗ എങ്കിൽ നമ്മളിപ്പോ പഠിച്ചല്ലേ ലൗ എങ്കിൽ മാഷാ അല്ലാഹ് അതുപോലെ വലവും അന്നവും പിന്നെയും പറയണം വലവും എങ്കിൽ അന്നവും അവരാണെന്ന് ആമനു അവർ വിശ്വസിച്ചു മാഷാ അല്ലാഹ് മിൻ ഇൻദില്ല മിൻ നിന്ന് ഇൻദില്ല അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഖൈർ എന്താണ് നന്മ അല്ലെ നന്മ ലൗ പിന്നെ വന്നു ലൗ കണ്ടോ ലൗ അമർത്തി തന്നെ ഉണ്ടോ ലൗ എങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വാസികളെ നമ്മൾ പറയാ ലാ തഖൂലു ലാ ഇല്ല അല്ല എന്നുള്ളതാണ്. പിന്നെന്താണ് വലിൽ കാഫിരീന അവിശ്വാസികൾ വേദനയേറെ ശിക്ഷയുണ്ട്. അതാബ് നിങ്ങൾക്കറിയാം മല്ല കൊടുത്തിരിക്കുന്നത് മായവദ്ദുല്ലദീന ഇല്ല അല്ല അല്ലദീന ഒരു കൂട്ടർ കഫറു അവർ അവിശ്വസിച്ചു നിന്ന് കിതാബ് വലൽ മുശ്രിക്കീന അവർ മുശ്രിക്കീങ്ങളല്ല ബൗദ്ധ വിശ്വാസികളല്ല അൻ എന്ന് അല്ലെ എന്ന് അയ്യുനസ്സല അലൈക്കും അലൈക്കും അവരുടെ മേൽ അലൈക്കും നിങ്ങളുടെ മേലാണോ അവരുടെ മേലാണോ നിങ്ങളുടെ മേൽ മാഷാഅല്ലാഹ് നിങ്ങളുടെ മേൽ മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഖൈർ അല്ലെ നന്മ റബ്ബിൽ നിന്നുമുള്ള നന്മ വല്ലാഹു അല്ലാഹു ബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ട് കണ്ടോ ആരാണോ അവർ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം അല്ലാഹു എന്താണ് ഫദ്ൽ അളീം വമ്പിച്ച കാരുണ്യം ഉള്ളവനാണ്. വല്ലാഹുൽ ഫദ്ലിൽ അളീം നമ്മള് ലദാദീദു പറയല്ലേ ഉള്ള എന്ന് പറയാറുണ്ട് അല്ലെ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് വഴിയെ പഠിക്കുവേ. അപ്പൊ ഇത്രയും പോർഷനാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ യൂണിറ്റ് ഇവിടെ എൻഡ് ആവുകയാണ്. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കിവിടെ മഗ്ഫിറ അല്ലെങ്കിൽ അല്ല ഇർഫാൻ എന്നുള്ള വന്നിട്ടുണ്ട്, മഗ്ഫിറയും വന്നിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഇൻഷാ അല്ലാഹ് അത് ഞാൻ നമ്മുടെ ആഡ് ആക്കാം. ടെക്സ്റ്റിൽ മഗ്ഫിറ എന്നാ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ശരി. വാക്കിന്റെ ആദ്യത്തെ വാക്ക് എന്താ? ഏതാണ്? സുർത്തും സാറ സന്ദർശിച്ചു എന്നുള്ളതാണ്. സുർ എന്നുള്ളത് കൽപ്പന. സാറയാണ് ആദ്യത്തെ വാക്ക് മാവി പാസ്റ്റ് ടെൻസ് സാറ. പിന്നെ യസൂറു സുർ അങ്ങനെയാ വരിക. നമ്മൾ അത് വഴിയെ പഠിക്കും കേട്ടോ. അങ്ങനെയുള്ള പാറ്റേൺ ഒക്കെ നമ്മൾ ഇനി ഓരോരോ ഫാമിലികൾ പഠിച്ചുകൊണ്ട് മനസ്സിലാവും. ഓക്കെ ചോദിച്ചതിൽ സന്തോഷം. ജസാക്കുമുല്ലാഹ് ഖൈറ. വേറെ ക്ലിയർ ആണോ? വാക്കുകളൊക്കെ പിടികിട്ടിയോ ഈ യൂണിറ്റിലെ ഈ ആയത്ത് ഈ സൂറയിലേക്ക്? സൂറത്തു തകാസുർ ഇത്രയും പോർഷൻ ക്ലിയർ ആണോ? 5 ആയത്തും. കുട്ടികളെ മറുപടി പറയൂ. ബോറായോ? അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ അൽഹംദുലില്ലാഹ് കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഊർജ്ജം ഉണ്ടാവുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈറ. ബാറകല്ലാഹു ഫീക്. ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ആകുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി മീറ്റിംഗ് റെക്കോർഡ് നിർത്താം കേട്ടോ. നസീറ അല്ലെങ്കിൽ റഷീദ മാം. ഓക്കെ അപ്പൊ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم إني عبدك عبدك ابن أمتك ناصية بيدك ماض في حكمك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي اللهم أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. عليكم السلام ورحمة جزاكم الله الله وبركاته. عليكم السلام. عليكم السلام ورحمة الله وبركاته. السلام ورحمة الله وبركاته.